ആമേൻ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാല ആലി സൗരി, അതുപോലെ തന്നെ വിൻസെന്റ്, ജോസ് ലിസി, അതുകൊണ്ട് ജോസ് ലിസി ഞാൻ അറിയാവുന്ന ആളാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം കടന്നു വന്നവരെല്ലാം ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ടീച്ചിങ് നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകും. എന്നും റിപ്പീറ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ നാളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂലൈ മാസത്തിൽ ഞാൻ ഇവിടെ പഠിപ്പിച്ചാണ് എങ്ങനെയാണ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഞാൻ പഠിപ്പിച്ചു. പക്ഷെ നിങ്ങളാരും ശ്രദ്ധിക്കത്തില്ല. ഇതിനകത്തിൽ ഒരു പകുതിയല്ല മുക്കാൽ ആൾക്കാരും ശ്രദ്ധിക്കത്തില്ല. എന്താ ശ്രദ്ധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഞങ്ങൾ പലതും കേട്ടേക്കുന്നു, ഇനി ഇതെന്ത് കേൾക്കാനാ, പിന്നെ ഞങ്ങളുടെ കൈ കിട്ടിയ പോലെ ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. നമുക്ക് സൗഖ്യമാക്കണമേ എന്നാണ് ഈ ഒരു 99% ആൾക്കാരും പ്രാർത്ഥിക്കുന്നത്. കർത്താവേ എന്നെ സൗഖ്യമാക്കണേ, അവരെ സൗഖ്യമാക്കണേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. ആണോ അല്ലയോ? ആരെങ്കിലും പറഞ്ഞേ? ഒരാൾ പറഞ്ഞിട്ട് ആണോ? ആരെങ്കിലും പറഞ്ഞേ? അതെ അതെ. ഓക്കെ. അങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പരിശോധിക്കണ്ടായോ ബൈബിളിനകത്തുനിന്ന്? അല്ല പിന്നെ ആരാ പരിശോധിക്കേണ്ടത്? 1 പത്രോസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതെന്നാണ് സൗഖ്യം തന്നിരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സൗഖ്യം തന്നിരിക്കുന്നു, വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ തരണമേ എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ എന്തെങ്കിലും പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മലയാളം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ അതിനകത്തില്? അതിനകത്തിൽ എന്താ അർത്ഥം? അതിന്റെ അർത്ഥം എന്തോ? സൗഖ്യം ആക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? നീ ഇതുവരെ സൗഖ്യമാക്കിയെന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നിന്റെ വചനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാ ഓൾറെഡി സൗഖ്യം തന്നിരിക്കുന്നു. അപ്പൊ സൗഖ്യം തന്നതിനെ സ്വീകരിക്കാൻ പഠിക്കണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. കർത്താവെ എന്റെ കുഞ്ഞിനെ, അതുപോലെ തന്നെ കൊള്ളയായതിനെ പോയി മടക്കി തരിക. എങ്ങനെയാണ് പിള്ളേർ പറഞ്ഞാൽ അനുസരിക്കാത്ത പിള്ളേരെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ബൈബിളിനകത്തുനിന്ന് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കുന്ന ആര് കേൾക്കുന്നു? ഞാനിതൊക്കെ ഇതുവഴി കേട്ട് വിട്ടേച്ചാ പോകാം. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശു കർത്താവ് എന്ത് പഠിപ്പിച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആര് പഠിപ്പിച്ചത്? യേശു കർത്താവ് എത്ര പ്രാർത്ഥന പഠിപ്പിച്ചു, എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. അത് അവരവരുടെ ചുമതലയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൗദി അറേബ്യയിൽ നടക്കുന്ന ജമീദ ടീച്ചർ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ജമീദ ടീച്ചർ, ഒരു മുസ്ലിം സ്ത്രീ. കേട്ടിട്ടുണ്ട്. ഈ ജമീദ ടീച്ചർ ഗൾഫ് രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് പേര് ദൈവഭാഗത്ത് വരുന്ന ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഉള്ളവരെന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കിതൊന്നും മനസ്സിലായില്ല. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് ഗൾഫിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ നടക്കുന്ന പ്രിൻസസ്, രാജകുമാരന്മാരും രാജകുമാരികളും അനേകര് ദൈവഭാഗത്ത് വന്നതും അവര് സകലതും എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരി പുറത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവളെ എന്താണ്, അവളുള്ള സകലതും പോയി തീർന്നു, ഇനി ഒന്നുമില്ല. ഒരു രാജകുമാരൻ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവനൊന്നുമില്ല. ഇട്ട അവരിടുന്ന കോട്ടുണ്ടല്ലോ, ആ ഒരു ഉടുതുണിയോടെ അവരെ ഇറക്കി വിടുന്നത്. അവരെ എക്സൈൽ ചെയ്താൽ പോയി, ഇല്ലെന്നുണ്ടെങ്കിൽ കൊല്ലും. ഈ രണ്ടിലൊന്നേ നടക്കത്തുള്ളൂ. അവര് വന്ന് പറയുന്ന സാക്ഷ്യം കേൾക്കുന്ന സെക്കൻഡ് കൊണ്ട് ഒരു ഗർഭിണി സ്ത്രീയെ, 22 വയസ്സുള്ള ഒരു പെൺകൊച്ച്, അവള് പ്രസവ സമയത്ത് അവിടെ അമ്മായിമ്മ ഗർഭിണി ആയതുകൊണ്ട് അവളെ ഒത്തിരി ഉപദ്രവിച്ചു. എവിടെയാ പാലസിലെ കഥയായി പറയുന്നത്. അന്നേരം അവള് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിലല്ല, കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിച്ച് ബെഡ് റെസ്റ്റ് ആയിരുന്നു വായിച്ച കൂട്ടത്തില് 23 സങ്കീർത്തനം കണ്ടു. അത് കാണാതെ പഠിച്ചു.
അന്നേരം അവള് കുറച്ച് ബൈബിൾ അപ്ലോഡ് ചെയ്തു ഫോണിനകത്ത്. അതിനകത്തൂടെ ബൈബിൾ വായിച്ചു. പ്രസവ സമയത്ത് ഓപ്പറേഷൻ നടന്ന സമയത്ത് ഈ കുഞ്ഞിന് ശ്വാസമില്ല, കുഞ്ഞ് മരിക്കാൻ തുടങ്ങുന്നു. ഡോക്ടർമാരും നേഴ്സസും എല്ലാം ഈ എവിടെയാണ് നടക്കുന്നത് അറിയാമോ? പ്രത്യേക ട്രീറ്റ്മെന്റ് അവർക്ക്, അല്ലാതെ റോയൽ ഫാമിലിക്കുള്ള പ്രത്യേക ട്രീറ്റ്മെന്റാണ്. അഞ്ചെട്ട് നേഴ്സസ്മാരെ 2 ഡോക്ടേഴ്സും മറ്റുള്ളവരെല്ലാം ഉണ്ട്. ഭർത്താവിനും അവന്റെ അമ്മയ്ക്കും വെളിയിൽ നിന്ന് കാണാനും സാധിക്കും. ഈ സംഭവ സമയത്ത് അവള് ഉറക്കെ ഒരു പ്രാർത്ഥന, എന്താണ്, 23-ാം സങ്കീർത്തനം പ്രാർത്ഥിച്ചിട്ട്, യേശുവേ, ജീസസ് സേവ് us, ആമീൻ. ഉടനെ തന്നെ സെക്കൻഡുകൾക്ക് ഈ കുഞ്ഞിന് ശ്വാസം കിട്ടി. ഇവിടെ ബ്ലഡ് പ്രഷർ നോർമലാകാൻ തുടങ്ങി. ഇവിടെ കാര്യങ്ങളൊക്കെ നേരെയായി. 10 ദിവസത്തിന് അവളെ എക്സൈൽ ചെയ്തു. അവളെ സ്വന്തം അപ്പനും എല്ലാവരും കൂടെ. നിങ്ങൾ പറ, സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി വാങ്ങുന്നു ഈ ഗൾഫിൽ കിടക്കുന്ന ആൾക്കാര്. ഇവിടെ കുത്തിയിരുന്ന് രാവും പകലും കണ്ണുനീരും പ്രാർത്ഥനയും ഇതും നടത്തുകയാണ്. ഒരു കുന്തോ നടക്കുന്നില്ല. എന്താ നടക്കാത്തത്? അത് നിങ്ങളെന്താ ചിന്തിക്കാത്തത്? നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രാർത്ഥന ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. യാക്കോബായിൽ ഇതിനെക്കാട്ടി വല്ല 1-ാം ക്ലാസ് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ കുമ്പനാട്ടും ഈ മുളക്കഴം പോയിരുന്നിട്ട് കുത്തിയിരുന്നിട്ട് തെണ്ടാനല്ല വിളിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മളെ നേരെയാക്കി ആർക്കാ ഗുണം? എനിക്കല്ല. എനിക്ക് നിങ്ങളാരും ഒന്നും തരാനും പൊതുവെ തരുന്നുമില്ല. തരുന്നുണ്ടോ? നിങ്ങൾ നേരെയായാൽ നിങ്ങൾക്ക് കൊള്ളാം. ബൈബിളിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടത്? അതൊന്ന് ഒരു വാക്യം വായിച്ചു. യെശയ്യാപ്രവചനം 42-ാം അധ്യായം 21-22. എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് നിങ്ങൾക്കുള്ളവർ എവിടെ കിടക്കുന്നത്? അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വായിച്ചു, പെട്ടെന്ന് വായിച്ചു. എന്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിക്കാൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ജനമാകുന്നു. അവരൊക്കെ കുഴികളിൽ കുടുങ്ങി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അപ്പൊ എവിടെ കിടക്കുകയാണ് മക്കള്? പിള്ളേർ പറഞ്ഞ അനുസരിക്കാത്തവരെ എവിടെ കിടക്കുക? അതിനെ കർത്താവെ വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. ആണോ? എങ്ങനെ വായിച്ചെടുത്തത്? അടുത്ത ഭാഗം എന്തി അമ്മാമ? എന്തി ബൈബിൾ അമ്മാമ? അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല, അവർ കൊള്ളയായി തരിക എന്ന് ആരും പറയുന്നതുമില്ല. അമ്മാമ പറഞ്ഞ ആരും കേട്ടില്ല. മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല. ആരാ പറയേണ്ടത് മടക്കി തരിക? ദൈവം എന്നാ പറയേണ്ടത്? നമ്മളാ പറയേണ്ടത്? അതിന് കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ നീ വിടുവിക്കണമേ, കർത്താവേ നീ വിടുവിക്കണമേ, കർത്താവേ. അത് പ്രാർത്ഥനയാണോ? ബൈബിൾ അത് പ്രാർത്ഥനയാന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. ഇന്ന് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. നിങ്ങൾക്ക് താങ്ക്സ് ഗിവിംഗ് ഡേയെ കുറിച്ച് എനിക്ക് കൂടുതൽ വിശദീകരിക്കാനൊന്നും അറിയത്തില്ല. എന്തിനാണ് നന്ദി പറയേണ്ടത്? അത് മാത്രമേ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ നന്ദി പറയാനായിട്ട് പഠിക്കണം. നമ്മൾ മലയാളികൾക്കാണ് ഏറ്റവും കുറച്ച് നന്ദി പറയാൻ അറിയാവുന്നവർ. എത്ര നന്ദി പറയാൻ അറിയാം? ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു കൂട്ടം തമിഴര്. എന്ത് ഓർത്തെന്ന് പറഞ്ഞാൽ റൊമ്പ നന്ദി എന്ന് പറയും, ഇല്ലേ? താങ്ക്സ് പറയാൻ അവരെ പോലെ മിടുക്കൽ ആരുമില്ല. അമേരിക്കക്കാരും ഇവിടെ ബ്രിട്ടീഷുകാരും ഒക്കെ നന്ദി പറയുന്നു. അതേപോലെ അതിനെക്കാട്ടി കൂടുതൽ നന്ദി പറയുന്നവരാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിക്കൊടുത്താൽ മതി, അവർ നന്ദി പറയും തമിഴര്. നമ്മള് ഇവിടെ എന്തെല്ലാം പൈസ അയച്ചു കൊടുത്താൽ പോലും നന്ദി, അത് കിട്ടിയത് പോലും പറയാത്തവരാണ് കൂടുതലും, പ്രത്യേകിച്ച് ഉപദേശിമാര്. ഇതന്നെയൊക്കെയല്ല എക്സ്പീരിയൻസ് ഉള്ളവരായി കൂടുതൽ ഇരിക്കുന്നവര്, അല്ലേ? ആണോ എക്സ്പീരിയൻസ് ഉള്ളവരില്ലയോ? അത് എത്ര കിട്ടിയെന്ന്, എത്ര ആയിരുന്നു കിട്ടിയതെന്നൊന്ന് പറയാം. അതൊന്നും പറയത്തില്ല. അയച്ചത് കിട്ടിയെന്നേ പറയത്തുള്ളൂ. അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം പൈസയും ചെലവാക്കിയിട്ട്. അങ്ങനെയുള്ളവരാണ്. മനുഷ്യരോടും ദൈവത്തോടും നന്ദിയുള്ളവരായി തീരണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നത്തുള്ളൂ. ഒരു ബൈബിളിൽ ഇപ്രകാരം വായിക്കുന്നത്, എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ അത് നമ്മളെ നോക്കിയിട്ട് പറയുമോ? പറഞ്ഞേ,
ഇന്ന് ഓരോ സ്ഥലത്തും നടക്കുന്ന ഓരോ എന്താണ് നമ്മുടെ ഈ എന്താണ് ഓരോ ചർച്ചസിന്റെയും മേലധ്യക്ഷന്മാരുടെ ഇടയിൽ നടക്കുന്ന ഓരോ ഓരോ പ്രോഗ്രാമിന് ഇതിനോട് നടക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദൈവമാണെന്ന് പറയാൻ ദൈവത്തിന് തോന്നുന്നു ഇവരുടെ ദൈവമാണെന്ന് പറഞ്ഞേ ഇല്ല. അപ്പൊ ആര് മാനസാന്തരപ്പെടണം? ആര് നേരെയാകണം? ഞാൻ നേരെയാകണം. അവരെ ആരും നേരെയാക്കാൻ എനിക്ക് പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ഞാൻ നേരെയാകണം. ഈ നമ്മളെ ഇതാണ് ഈ യാക്കോബായിന്ന് ഇറങ്ങി വന്നത് അവിടെ ആളും പേരും പള്ളിയും ഇതൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അതിനെക്കാട്ടി നല്ലതുണ്ടെന്ന് കണ്ടുകൊണ്ടാ വന്നേക്കുന്നത്. അപ്പൊ നല്ലതിനെ കണ്ട് അത് നല്ലത് പിടിച്ചു മുന്നേറുവാൻ കഴിഞ്ഞില്ല, പിന്നെ എന്തിനാ ഞാൻ അതിനെക്കാട്ടി നാശത്തിലേക്ക് പോകണം? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് കരയും കടലും കടന്ന് അനേകരെ കൊണ്ടുവന്ന് ദൈവഭാഗത്ത് കൊണ്ടുവരുന്നു, എന്നിട്ട് നിങ്ങളെക്കാട്ടി കൂടുതൽ നാശത്തിന് യോഗ്യരാക്കി തീർക്കുന്നത് ദൈവവചനം പറയുന്നത്. അങ്ങനെ ആയിത്തീരരുത് ദൈവമക്കളെ. നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. ഇത് ഈ ഗൾഫിൽ നിന്നുള്ളവരുണ്ടല്ലോ ഒരുപാട് പേര്, നമുക്ക് അവരൊന്നുമില്ലാതെ പട്ടിണി ഭാഗങ്ങളായിട്ട് കിടക്കുകയാണ്. എവിടെയാണെന്നറിയാമോ? ഈ ക്യാമ്പസുകളിലെ എന്താണ് റെഫ്യൂജി ക്യാമ്പസിലാണ് കിടക്കുന്നത് രാജകുമാരന്മാരും രാജകുമാരികളും. ഇന്ന് ഞാൻ കേട്ട സാക്ഷ്യത്തിനകത്ത് ഒരു രാജകുമാരൻ പറയുന്നത്, ഞാൻ 43-45 വയസ്സ് വരെ ഞാൻ എന്താണ് തുണി കഴുകിയിട്ടില്ല, ഞാൻ കടയിൽ പോയിട്ടില്ല, ഞാൻ പാത്രം കഴുകിയിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, എന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല. ഇതെല്ലാം ഞാനിപ്പോ ചെയ്യുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവരെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതി ഉണ്ടോ ഇല്ലയോ? അപ്പം നമ്മള് മെച്ചമായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ തള്ളിക്കളയുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഒരുപാട് അറിവുള്ളവരാ. ബൈബിളിനകത്ത് ഭയങ്കര PhD എടുത്തൊന്നും നടത്താൻ പറ്റത്തില്ല. മുമ്പേ പറഞ്ഞ മാതിരി ദൈവവചനത്തിനകത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അതും പ്രകാരം ജീവിച്ചാൽ നമുക്ക് നിത്യതയെ ചെന്നെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ചെന്നെത്തത്തില്ല സഹോദരങ്ങളെ. എനിക്കത് ചെന്നെത്തണം, എന്നെ കേൾക്കുന്നവരും ചെന്നെത്തണം എന്നുള്ള ഏറ്റവും ഒരു ആഗ്രഹം. താങ്ക്സ് ഗിവിങ്. എന്തിനു വേണ്ടിയാണ് താങ്ക്സ് ഗിവിങ് പറയേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒന്ന്, ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായാൽ ദൈവം പറയും ഇവൻ എന്നിലാണ് പൂർണ്ണ ഹൃദയത്തിലുള്ള ആശ്രയം ഉള്ളതെന്ന് ദൈവം പറയണം. നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറണം. അത് ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നവും. ഞാൻ സാജു ബി തോമസിന്റെ ലൈനിൽ പ്രസംഗിക്കുന്നുണ്ട്. സാജു ബി തോമസിന്റെ മകന് ഏതോ മിഡിൽ ഏതോ രാജ്യത്ത് പോകുന്നതിന് വേണ്ടി 15 ലക്ഷം രൂപ വേണം. 15 ലക്ഷം രൂപ ഇത് കെട്ടണം, എന്താന്ന് പറഞ്ഞാൽ ഷോമണി കാണിക്കണം ബാങ്കില്. അപ്പൊ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ ഒന്ന് സഹായിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ സഹായിക്കാൻ എനിക്ക് കഴിവില്ല, ഇനി മേലിൽ ഒരു മനുഷ്യനോട് ചോദിക്കുകയും ചെയ്യരുത് സഹായിക്കാനായിട്ട്. ദേ കിടക്കുന്നു. നല്ല മറുപടിയല്ലേ? നല്ല മറുപടിയാണോ? ആണോ മത്തിസുടനെ? എന്നോട് ചോദിച്ചാൽ ഞാൻ തരത്തില്ല, വേറെ ആരോടും ചോദിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന വല്ല ഉപദേശം വല്ല മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? കഴിവുള്ളവരോട് ചെന്ന് ചോദിക്കാനല്ലേ പറയേണ്ടത്? ആണോ അല്ലയോ? അങ്ങനെയൊക്കെ ഇല്ലേ? എനിക്ക് കഴിവില്ല, കഴിവുള്ളവരോട് ചോദിച്ചു അവൻ തരുമെന്ന് പറയണ്ടില്ലയോ? ഇത് കഴിവുള്ളവരോടും ചോദിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. ദൈവത്തോട് പറയാൻ പറഞ്ഞു. ഒറ്റ പ്രാവശ്യം പറയാൻ പറഞ്ഞു. ഒറ്റ പ്രാവശ്യമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു, അങ്ങനെ പറഞ്ഞുള്ളൂ. അതിനുശേഷം നാട്ടിൽ പോയി പൈസയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും റെഡിയായി. നിങ്ങൾക്ക് ആ ലൈന് ഞാൻ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എവിടുന്നാ ഈ പണം വന്നത്? 15 ലക്ഷം രൂപ നിസ്സാരം കളിയാന്നോ? ആണോ? പറഞ്ഞേ. അല്ല. അത് വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പഠിക്കണം. ദൈവമക്കളെ, എങ്ങനെയാണ് കർത്താവ് പഠിപ്പിച്ചത് നോക്കണം ബൈബിളിനകത്തുനിന്ന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലിയർ ആണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചോ. നമ്മുടെ മുന്നേ വളരെ സമയം കുറവാണ്. നിങ്ങളെല്ലാം സാക്ഷ്യം പറഞ്ഞ് ഒത്തിരി സമയം എടുത്തു.
ഓക്കെ. ഇല്ല. എല്ലായ്പ്പോഴും സന്തോഷിപ്പീൻ. എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിപ്പീൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എന്താണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? അതിന്റെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്ന്. പ്രാർത്ഥിക്കുന്നില്ല, പിന്നെന്താ പ്രാർത്ഥനയാണോ? ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ കർത്താവെ തായേ 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 തായേ. അതല്ല പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥനയെന്ന് നിങ്ങൾ പഠിക്കണം. ഒന്ന്, എന്ത് ചെയ്യണമെന്ന്? when you praise, acknowledging God, നമ്മൾ ദൈവത്തെ ഉയർത്തുമ്പോൾ, ദൈവത്തെ നാമത്തെ ഉയർത്തുന്നുണ്ട്, ആ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? അക്നോളജ് ചെയ്യുന്നു. അവന്റെ ഗ്രേറ്റ്നെസ്സിനെ അക്നോളജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മണ്ഡലമാണ് ദൈവത്തെ എന്ത് ചെയ്യണം? പ്രൈസ് ചെയ്യുക. രണ്ടാമത് ദൈവത്തെ വർഷിപ്പ് ചെയ്യുക, ആരാധിക്കുക. ആരാധിക്കുമ്പോൾ അക്നോളജിങ് ദ ഗുഡ് ഹോളിനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ എന്താണ്, അവന്റെ വിശുദ്ധിയെ എന്ത് ചെയ്യുന്നു? അക്നോളജ് ചെയ്യുന്നു ആരാധിക്കുമ്പോൾ. മൂന്നാമത് when you through the thanksgiving acknowledging the goodness of God, ദൈവം മനുഷ്യർക്ക് വേണ്ടി ചെയ്ത നന്മകളെ കുറിച്ച് നമ്മൾ പറയുകയാണ് നന്ദി കരയേറ്റുമ്പോൾ. എങ്ങനെയാണ് മനുഷ്യൻ നന്ദിയുള്ളവനായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എനിക്കിപ്പോൾ 73 വയസ്സുണ്ട്. ഈ 73 വയസ്സിനിടയിൽ ഞാൻ ജനിച്ച കാലം മുതൽ ഈ 73 വയസ്സ് വരെ എന്നെ നടത്തിയ ദൈവത്തെ എങ്ങനെ സ്തുതിച്ചാൽ മതിയാകും? എങ്ങനെ നന്ദി പറഞ്ഞാൽ മതിയാകും? എത്ര പ്രാവശ്യം മരണത്തിന്റെ കെണികളിൽ അകപ്പെട്ടതാണ്, മരണത്തിന്റെ ഹർഷത്തിൽ കയ്യിൽ പെട്ടതാ, ഇനിയും ജീവിച്ചിരിക്കത്തില്ല എന്ന് കണ്ടതാ, ഇതോടുകൂടി തീർന്നു എന്ന് കണ്ടതാ. അതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തി ഇവിടം വരെ കൊണ്ടുവന്നെ ആ ദൈവത്തിന് നന്ദി പറയണ്ടേ? പറയണോ വേണ്ടേ? നിങ്ങളെ ആരെയും അങ്ങനെ വിടുവിച്ചൊന്നും കാണത്തൊന്നുമില്ല. എന്നെ വിടുവിച്ചിട്ടുണ്ട് അനേകം അനർത്ഥങ്ങളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്. വെള്ളത്തിൽ നിന്നും, വണ്ടിയിൽ നിന്നും, ട്രെയിനിൽ നിന്നും. ഒരു പൈലറ്റ് ഇതിനകത്ത് കണ്ടാണ്, സൗദി അറേബ്യയിലെ പൈലറ്റ് 1 മിനിറ്റിലെ പ്രാർത്ഥന അയാളെ അവിടുന്ന് എക്സൈൽ ചെയ്യിപ്പിച്ചു. യേശുവിനോട് പ്രാർത്ഥിച്ചു. 1 മിനിറ്റ് പ്രാർത്ഥന. ആ 253 പാസഞ്ചേഴ്സിനെ, ആ പ്ലെയിനിലുള്ള ക്രൂവിനെ ഇവരെ രക്ഷിക്കാനായിട്ട് 45 മിനിറ്റ് വീണ്ടും ഫ്ലൈ ചെയ്യാൻ ഇടയായി തീർന്നു. 1 മിനിറ്റ് പ്രാർത്ഥന. ഇതൊക്കെ കേൾക്കുന്ന ഉടനെ കണ്ണു തള്ളുകയാണ്. അവര് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമില്ല. ഈ വേറൊരു ദൈവത്തെ അവർക്ക് ബൈബിൾ നോക്കാൻ അനുവാദമില്ല. അവിടെയാണ് അവര് സകലതും കളഞ്ഞിട്ട് ആ ദൈവത്തെ വിളിക്കുന്നത്. നമ്മൾ ഇത് ജനിച്ചത് ദൈവനാഥ, എന്നിട്ട് നമുക്ക് ആ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ല. അവർ അന്ധകാരത്തിലായിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്കിലൊന്ന് വായിച്ചാട്ടെ. ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഓക്കെ, ഒന്നുകൂടെ പകുതി മുറിഞ്ഞും പകുതി മുറിയാതെ ഒക്കെയാ കിട്ടിയത്. ആരെങ്കിലും വേറൊരാൾ വായിച്ചേ? റെഫറൻസ് ഒന്നും കൂടെ പറ പാസ്റ്ററെ. കൊലോസ്യ ലേഖനം 1:13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചു. Who had delivered us from the power of the darkness and hath translated us into the kingdom of his dear son. His dear son. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിച്ചേ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും. അപ്പൊ വെളിച്ചത്തിലുള്ള അവകാശം കാണണമെന്നുണ്ടെങ്കിൽ ഇരുട്ട് ഇരുന്നാൽ നിന്റെ അവകാശം നിനക്ക് കാണാൻ പറ്റുമോ? നിന്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും തുറന്നു വെച്ചിട്ടുണ്ട്, പക്ഷെ വെട്ടമില്ലെങ്കിൽ വല്ലതും കാണാൻ പറ്റുമോ?
No. ഇല്ല കാണത്തില്ല. അപ്പൊ വെളിച്ചം നിന്റെ വീട്ടിൽ ഉണ്ടാകണം എങ്കിലേ നിനക്ക് കാണാൻ പറ്റത്തുള്ളൂ അവകാശപ്പെട്ടത് എന്താണെന്ന്. അവകാശത്തിനായി പിന്നെ നമ്മെ പ്രാപ്തരാക്കുകയും അതിന് പ്രാപ്തരാകണം. നിങ്ങൾ ആര് പ്രാപ്തരാകണം? നമ്മൾ പ്രാപ്തരാകണം. നമ്മൾ പ്രാപ്തരാകണം. ഓ, ജ്ഞാനം പ്രാപ്തരാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരണമോ? ഇല്ല, നിങ്ങൾ ഓരോരുത്തരും പ്രാപ്തരാകണം. നിങ്ങൾക്ക് അവകാശം എന്താണെന്നുള്ളത്, വെളിച്ചത്തിലുള്ളത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പഠിക്കണം. ആര് പഠിക്കണം? നമ്മള് ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നില്ല, പിന്നെ ആരാ കണ്ടുപിടിച്ച് തരേണ്ടത്? ബൈബിള് നമ്മുടെ കയ്യിലില്ലേ? നോക്ക്, ഈ ഓരോരുത്തരും ഈ കിടന്ന് ഈ ചാകുന്നത് എന്തിനാന്നറിയാം? കൊലപാതകം ചെയ്യുന്നത് എന്തിനാന്നറിയാം? അവർക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാ. ഇവിടെ പോരാ, സ്വർഗത്തിൽ പോവാൻ. വേറെ ഒന്നിനും വേണ്ടിയല്ല. വേറെ ഒന്നിനും വേണ്ടിയല്ല കൊല്ലം നടത്തുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് അവകാശം തന്നേക്കുന്ന ആളെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും അറിയാൻ വയ്യത്തില്ല. വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തരാക്കുകയും പിന്നെ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിനെ എന്ത് പറയണം? നന്ദിയുള്ളവരായിരിക്കണം. പിതാവിനോട് എന്തുള്ളവരായിരിക്കണം? നന്ദി എങ്ങനെ പറയേണ്ടത്? പറഞ്ഞേ, നന്ദി എങ്ങനെ പറയേണ്ടത്? സന്തോഷത്തോടെ എന്താ പറയണ്ടേ? നോക്കിക്കൊണ്ടാണ് പറയേണ്ടത്. എടാ, എന്റെ മുന്നേ വെച്ചിരിക്കുന്ന അവകാശം എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെങ്ങനെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്? അവിടെ താഴെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ, നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന അവകാശം എന്താണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ഇത് ബൈബിള് ഇന്ന് രാവിലെ ഞാൻ ഏതാണ്ട് കഴിഞ്ഞ് കയറി വന്ന് ഏതാണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അമ്മാമ്മ എന്ന് പറയാൻ എൻ്റെ അമ്മാതനല്ലോ ഇവിടെ ഇന്ന് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാതെ ഒരു സാധാരണ കിടന്ന് അമറി ബഹളമുണ്ടാക്കി പറഞ്ഞു സ്വത്രം പിന്നെ അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഷേറിലും ചോദിച്ചു, ഇതെന്തോ ഈ പറയുന്നത് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണ്ടായോ? പുള്ളി പോകുന്ന സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മൈൽ സ്പീഡിലാണ് പോകുന്നത്. അത് കേട്ട് ആഞ്ഞാറ്റി കൈ അടിക്കും, സ്വത്രം പറയും, അല്ലെങ്കിൽ ഞാൻ പറയും. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? പറഞ്ഞേ. ആദ്യം ബൈബിൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ഒന്ന്, വൈ വി ഹാവ് ടു താങ്ക്സ്. ആദ്യം ഞാൻ എന്തിനാണ് നന്ദി പറയേണ്ടതെന്ന് നോക്കണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 3:15. വൈ വി ഹാവ് ടു താങ്ക്സ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹലോ, സമാധാനം വാഴണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. പിന്നെ അടുത്തത്, അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനല്ലോ നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്ന. അതിന് നന്ദിയുള്ളവരുമായിരിക്കണം. ആദ്യം ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വാഴണമെന്നുള്ള. കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്ന സമാധാനത്തിനായി നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. വൈ ഷുഡ് ഐ താങ്ക്സ്? എന്നിൽ സമാധാനം 1996 മുതൽ ദൈവം തന്നിരിക്കുന്ന സമാധാനം ഇന്നുവരെയും എന്റെ ജീവിതത്തിൽ സമാധാനത്തിന്റെ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. സമാധാന പ്രഭു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് ക്രിസ്തീയ കുടുംബങ്ങളിൽ എന്തോ ഇല്ല. നിങ്ങൾ പറഞ്ഞേ, എന്തില്ല? സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്ദി പറയണം. കർത്താവേ, ക്രിസ്തുവിന്റെ സമാധാനം എന്നിൽ നീ തന്നു, അതിനായി നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. ദൈവത്തിന് നന്ദി പറയുമ്പോഴാണ് സമാധാനത്തിന്റെ സമൃദ്ധി നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത്. ഇപ്പൊ ആലീസ് മാണി എന്ന് പറഞ്ഞ ആള് പറഞ്ഞില്ലയോ, പ്രൊഫസറാണ്. ലോകം മുഴുവനും മറ്റുള്ള ഈ കൊല്ലത്തിനോട് പ്രസംഗിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ദൈവസന്നിധി വന്ന് സമാധാനം കൈക്കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ലോകത്തിലുള്ളതൊന്നുമല്ല, ഇതിലാണ് സമാധാനം.
ഹല്ലേലൂയ. ഈ 2020 ഈ അച്ചൻകുഞ്ഞ് പാസ്റ്റർ എന്ന് പറഞ്ഞ ദൈവദാസന് എന്റെ പ്രസംഗിക്കാൻ വന്നു. അന്ന് മുതലാണ് ഈ പുള്ളിക്ക് ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചിട്ടുള്ള മനുഷ്യനാ. കേട്ട് കഴിഞ്ഞപ്പം അന്ന് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് എവരി ഡേ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഇതേമാതിരി കഴിഞ്ഞ ആഴ്ച കിടന്ന് തർക്കിച്ച മാതിരി ഓരോരുത്തരും വന്ന് തർക്കിച്ചാണ് ആ ലൈൻ കുളമാക്കി തീർത്തത്. ഞാൻ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് ഒരു അച്ചൻകുഞ്ഞ് പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനച്ചൻ പാസ്റ്റർ തന്നെയല്ലേ ഇവരെയൊക്കെ വിളിച്ചോണ്ട് വന്നത്. അത് മോനച്ചൻ പാസ്റ്റർ തന്നെ കെണിയായി. ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ സത്യം മനസ്സിലാക്കി കർത്താവ് പറഞ്ഞ എന്നാന്നറിയാമോ? ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേർഡ്, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ എന്ത് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കിട്ടാത്തത്? സത്യം അറിയാത്തത് കൊണ്ട്. എന്തുകൊണ്ട് സത്യം അറിയുന്നില്ല? ശിഷ്യനാകുന്നില്ല. ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ യേശു പഠിപ്പിച്ചത് എന്താണെന്ന് ആദ്യം എന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഹിന്ദുക്കളുടെ പുസ്തകങ്ങള് ഭഗവത്ഗീതയായാലും രാമായണമായാലും അതുപോലെ തന്നെ ഉപനിഷത്തുകളായാലും ഇതെല്ലാം അവരോട് ചോദിക്കുക, ഹിന്ദുക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് വല്ലോ അത് വായിച്ചാൽ മനസ്സിലാകുമെന്ന് ചോദിച്ചേ. മനസ്സിലാകത്തില്ല. ഒരു കുന്തവും മനസ്സിലാകത്തില്ല. ഇനി മുസ്ലിങ്ങളോട് ചോദിക്കാം, അവരെല്ലാം ഇതെല്ലാം പഠിക്കുന്നത്, അവരുടെ ഖുർആൻ പഠിച്ചിട്ട് നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചോണ്ട്. അറബികൾക്ക് പോലും അറിയത്തില്ലെന്നേ. അവൻ ഈ കാണാ പഠിച്ചു വെച്ചേക്കുന്നത് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ 5 നേരവും, അല്ലാതെ വേറൊന്നുമില്ല. അവർ എഴുന്നേറ്റിരിക്കാൻ പ്രായമായപ്പോൾ മുതലേ അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നുണ്ടെങ്കിൽ നമുക്ക് ബൈബിള് തന്നേക്കുന്നത് ഏത് പോഷനും 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നെ അവന് മനസ്സിലാകുന്ന ഭാഷയില. അന്നോ അത് മനസ്സിലാക്കാനായിട്ട് എടുക്കണം. എന്നിട്ട് ദൈവത്തോട് നന്ദി പറയണം. കർത്താവെ, ഇത് മനസ്സിലാക്കാൻ എനിക്ക് നീ കൃപ തന്നു. നീ എന്നോട് കാണിച്ച മഹാദയക്കായി കരുണയ്ക്കായി നാം നന്ദി കരയറ്റുന്നു. ഒന്നാമത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എന്താണ് നമ്മളോട് കാണിച്ച ഫേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു പ്രത്യേകതരം അനുകമ്പ, പ്രത്യേകതരം കരുണ നമ്മളോട് കാണിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനി ആകാൻ ഒരു യോഗ്യത കിട്ടി. നമ്മള് അനേക ക്രിസ്ത്യാനികളുണ്ട് ദൈവത്തെ വാസ്തവമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. വാസ്തവമായിട്ട് അറിയാൻ പറ്റിയത് ദൈവം കാണിച്ച ഒരു ഫേവറാണ്. സങ്കീർത്തനം 5-ാം അധ്യായം 5-ാം സങ്കീർത്തനത്തിന്റെ ഈ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 1, എന്തിനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്? ബി താങ്ക്ഫുൾ. എന്തിനാണ് താങ്ക്ഫുൾ? ഈ യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കുന്നു. പരിചയം കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറക്കും. ഇംഗ്ലീഷിലൊന്ന് വായിച്ചാട്ടെ. ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിച്ചേ. 5:12 സങ്കീർത്തനം. Surely, Lord, you will bless righteous and you surround them with the favor with a shield. ഒരു ഷീൽഡ് നിങ്ങളുടെ തലയിൽ ഇട്ടേക്കുന്ന തുണി അല്ലെന്നുണ്ടെങ്കിൽ സ്കാർഫ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് പോലെ, ഒരു ഷീൽഡ് കൊണ്ട് ചുറ്റിയിരിക്കുന്നത് പോലെ നിന്റെ ഫേവർ കൊണ്ട് ചുറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഫേവർ കിട്ടിയ ഒരു പെൺകൊച്ചുണ്ട് ബൈബിളിനകത്ത്, അനാഥ പെൺകൊച്ച്. അതിന്റെ പേരാണ് എസ്തേർ. അവളെ കണ്ടവർക്ക് മുഴുവനും അവളോട് ഫേവർ തോന്നി. 15-ാമത്തെ വാക്യത്തിനകത്തുണ്ട്, കണ്ടവർക്ക് മുഴുവനും അവളോട് ഫേവർ തോന്നി. എന്താ കാര്യം? നിന്നെ കണ്ട ഉടനെ മനുഷ്യർക്ക് നിന്നോട് ദയ തോന്നി. പിന്നെ ഓടി പാടാ. നിങ്ങൾ ലൈനിലൊക്കെ നിൽക്കുന്ന ഉടനെ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈനിൽ നിൽക്കുകയാണ്, ഭയങ്കര ക്യൂ ആണ്, കട ചെല്ലുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് പോകണം. ഇന്നലെ ഞാൻ ചെന്നതാണ്, ഒരു ഷോപ്പിൽ ചെന്നിട്ടുണ്ട്, ഭയങ്കര ലൈന്. പെട്ടെന്ന് ഒരാൾ ഓടി വന്നിട്ട് അവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓടി വരാനായിട്ട് ദൈവത്തിന്റെ ഫേവർ ആണെന്നേ. ദൈവത്തിന്റെ ഫേവർ. ആ ഫേവർ കാരണമാണ് നമ്മൾ നശിച്ചു പോകാതിരിക്കുന്നത്. നന്ദി പറയണം. എന്ത് പറയണം? നന്ദി. നീ എന്നോട് കാണിച്ച ദയക്കായി നന്ദി.
പക്ഷെ ഇവിടെ ബന്ധുക്കോസുകാർ പറഞ്ഞോണ്ടിരിക്കുന്നത് കർത്താവേ ദയ തോന്നണേ, ദയ തോന്നണേ, ദയ തോന്നണേ. അതിന്റെ അർത്ഥം ആമേൻ. എന്തുവാ? സ്തോത്രം, സ്തോത്രം. ദയ തോന്നണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഹല്ലേലൂയ. ഇതുവരെ കിട്ടിയില്ല, ഇതുവരെയും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തോന്നണേന്ന് പറയില്ല. ഇതുവരെ കിട്ടിയില്ല. അപ്പൊ കർത്താവെ നീ എന്നോട് കാണിച്ച ദയക്കായി ഞാൻ നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം, സ്തോത്രം, നീ എന്നോട് കാണിച്ച മഹാകരുണയ്ക്കായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം, കരുണ വഹിക്കാത്തവരായിരുന്നു ഞാനും നിങ്ങളും. ദൈവത്തിന്റെ ജനമല്ലായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, പുറമ്പോക്കി കിടന്നവരാണ്. നിങ്ങളോട് കാണിച്ച കരുണ, ആ മഹാകരുണ നന്ദി പറയണോ വേണ്ടേ? പറയണോ വേണ്ട? ആരെങ്കിലും പറഞ്ഞേ എത്ര നന്ദി പറഞ്ഞാലും തികച്ചില്ലെന്നേ. നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം വന്നുകൊണ്ടിരിക്കുക. കർത്താവെ നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ കർത്താവെ ഐ ലവ് യു, ഐ ബ്ലസ് യു, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, തിരുനാമത്തെ വാഴ്ത്തുവാൻ തന്ന ഭാഗ്യപദവിക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവെ നിന്നെ വാഴ്ത്തുന്നു, വാഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. കർത്താവെ നിന്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട നാമം ഞങ്ങൾക്ക് വിളിക്കപ്പെട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ നാവിൽ നിന്ന് ഓരോ നന്ദി പറയുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ അനേകമായിരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇങ്ങനെ വന്നുകൊണ്ടേ. മഹാരാജാവിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലൈന് 2017 ഞങ്ങൾ ഇവിടെ തുടങ്ങിയാണ് കർത്താവിന്റെ ദാസനും ഒരു ഇതിനു വേണ്ടി ഇന്നുവരെ ഒരു അഭംഗവും കൂടാതെ യാതൊന്നും കൂടാതെ കൊണ്ടു നടന്ന് ഇതിനകത്ത് കടന്നു വന്ന അനേകർ അന്ന് പ്രാർത്ഥിക്കുന്നു, അന്യോന്യം പ്രാർത്ഥിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അതിന് ഈ കർത്താവ് ഇങ്ങനെ ഒരു ലൈൻ ഞങ്ങൾക്ക് തന്നതിനാ സ്തോത്രം. നല്ലൊരു ലീഡർഷിപ്പിനെ തന്നതിനാ സ്തോത്രം. കർത്താവേ ഇത്രയും പേർ ഒന്നിച്ച് കടന്നു വന്ന് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനാ നന്ദി കൊണ്ട് സ്തോത്രം. ഒരു പണിക്കലച്ചാണ് ഇത് തുടങ്ങിയ കാലം മുതല് സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്നതാണ്. തുടങ്ങിയ കാലം മുതല് ഓപ്പണിംഗ് പ്രയർ കർത്താവിന്റെ ദാസനാണ് ഇന്നേ നാളെ വരെ. അതുപോലെയാണ് ഉമ്മ പറയും സുഭാഷ്, തുടങ്ങിയ കാലം മുതല് ഓരോ വ്യക്തികളെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്. അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടത്തെ കർത്താവെ നീ ഞങ്ങൾക്ക് തന്നു, നന്ദിയോടെ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. മക്കളെ അന്യോന്യം കണ്ടവർ വളരെ ചുരുക്കമേ ഉള്ളൂ കേട്ടോ. ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഏതോ ദേശത്ത് എവിടെയോ ഇരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ തന്നെ ലിസി കുര്യന് കർത്താവിന്റെ ദാസി ഇന്ന് കണ്ടില്ല രാവിലെ. ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവിന്റെ ദാസി ഇന്ന് കണ്ടില്ല രാവിലെ, ഇന്ന് വരുമോ ഇല്ലയോ എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. വന്നതിനാ സ്തോത്രം. അതുപോലെ തന്നെ അടുത്തത് റോമലേഖനം നമുക്ക് നമ്മളോട് കാണിച്ച മേഴ്സി, അത് ഞാൻ പറഞ്ഞു, നമ്മളോട് കാണിച്ച കരുണയ്ക്കായി നന്ദിയോടെ പറയാം. മൂന്നാമത് എന്തിനാണ് താങ്ക്സ് പറയേണ്ടത്? അത് പറയേണ്ടത് നമ്മളെ ബീങ് thankful to allow the God to trust with more. നമ്മളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മളെ വിശ്വസിക്കണം. ദൈവം നമ്മളെ വിശ്വസിക്കണം. നമുക്ക് ദൈവത്തെ വിശ്വസിച്ചാൽ പറയുന്നത് ദൈവം നമ്മളെ എന്ത് ചെയ്യണം? ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വൃത്തിയോടെ ഭംഗിയോടെ ചെയ്യുമെന്നൊരു വിശ്വാസം നമുക്ക് ദൈവത്തിനുണ്ടാകണം. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യാൻ. നിങ്ങൾക്ക് അറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലും ലൂക്കോസ് 19-ാം അധ്യായത്തിലും 10 താലന്തിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ട്? 5 താലന്ത് 10 താലന്ത്. ഈ 5 കൊടുത്തവൻ 10 നേടിയിട്ട് വന്നോണ്ടേ അവനോട് പറഞ്ഞതെന്നറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ എന്താക്കും? വിചാരകനാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ മേക്ക് യു ദ റൂളർ ഓഫ് മെനി തിങ്സ്. കർത്താവ് തന്നത് വിശ്വസ്തയോടെ ചെയ്യുവാൻ. അത് എല്ലാ കാര്യത്തിലും വിശ്വസ്ത കാണണം. ഏറ്റവും കൂടുതൽ വിശ്വസ്ത കാണിക്കേണ്ട പണമിടപാടുകളിലാണ്. എന്തിനാത്തിന്? പണത്തിൽ വിശ്വസ്തനല്ലെന്നുണ്ടെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതൊന്ന് വായിച്ചു ലൂക്കോസ് 16-ാം അധ്യായം. അതിനകത്തില് ഒരു പണക്കാരന്
ഒരു അതൊന്നും പഠിപ്പിക്കാൻ നേരമില്ല. പക്ഷെ നമ്മുടെ സമയം ഇല്ലാത്തതുകൊണ്ട് അതിന് ഒരു വാക്യം മാത്രം വായിച്ചോ. 9-10 വാക്യം വായിച്ചോട്ടെ പെട്ടെന്ന്. നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് ഇല്ലാതാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അടുത്തത്, അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള ആമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും. ഹലോ, പണത്തിൽ വിശ്വസ്തനല്ലെന്നുണ്ടെങ്കിൽ സത്യമായത് എന്ന് പറഞ്ഞാൽ രോഗശാന്തി വരം ഇതുപോലുള്ള സത്യമായത് ആര് തരുമെന്ന് കയ്യിലോട്ട്? Jesus went on to stay, and so I tell you, make friends for yourself with worldly wealth, so that when it gives out, you will be welcome in all eternal hope. Whatever is. അത് വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. വേറൊരു ദിവസം നിങ്ങളെ വിശദീകരിക്കാം. അടുത്ത വാക്യം. നെക്സ്റ്റ് വേർഡ്. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ വരമേൽപ്പിക്കും. സത്യമായത് ആർ വരമേൽപ്പിക്കും. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അല്പം എന്ന് പറയുന്ന പണം, അതിനകത്തിൽ വിശ്വസ്തനല്ലെന്നുണ്ടെങ്കിൽ സത്യമായത് കിട്ടത്തില്ല. അതിന് താഴോട്ട് വായിക്കുന്നുണ്ട്, 13ാമത്തെ വാക്യമൊക്കെ വായിക്കുന്നുണ്ട്, കണ്ണു തള്ളിപ്പോവും. ഇന്ന് ആരെ സേവിച്ചാൽ നടക്കുന്ന ബന്ധുക്കാരെ ഏറ്റവും കൂടുതൽ പറഞ്ഞു? മാമോനെ, പണത്തെ. ഹലോ, എവിടെ ചെന്ന് അവസാനിക്കുന്നു കണ്ടിട്ടാ? നിത്യത ചെല്ലുമോ? ഒരു രക്ഷയുമില്ലെന്നേ. പണമാണ് ഏറ്റവും വലിയ പ്രശ്നം. ആണോ? ഇനി അടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ നടക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളെ ഇല്ലായ്മയിൽ നിന്നും ഇത്രയും വരെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് കർത്താവ് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പേർക്കും അതിലധികവും ഉണ്ടായി. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ ജീവിതം കുട്ടിച്ചോറായി പോകേണ്ട ജീവിതത്തെ ഇത്രയും മനോഹരമാക്കി തന്നു. വേണ്ടുന്നതിലധികം വസ്ത്രങ്ങള്, ഭവനങ്ങള്, സമൃദ്ധി തന്നു. തന്നില്ലേ സമൃദ്ധി? ഇത്രത്തോളം സമൃദ്ധി തന്നില്ലയോ? സ്തുതിച്ചാൽ മതിയാകും. എത്ര നന്ദി പറയണം. പറഞ്ഞു, നിങ്ങൾ എത്ര നന്ദി പറയണം. എന്തുകൊണ്ട് ഞാൻ നന്ദി പറയണം ദൈവത്തോട്? ഇവിടം വരെ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി പറയാതെ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? മക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം തീർന്നു. ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബി താങ്ക്ഫുൾ ഫോർ എക്സ്റ്റെൻഡ് ഫേവർ നമ്മളോട് എക്സ്റ്റെൻഡ് ചെയ്തതിന്. രണ്ടാമത് പറഞ്ഞത് നമ്മളോട് കാണിച്ച കരുണയ്ക്ക് നമ്മൾ നന്ദി പറയണം. മൂന്നാമത് പറഞ്ഞത് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ വിശ്വസ്തയോടെ. അത് 24-25 നിങ്ങൾ വായിച്ചു നോക്കണം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകും. അതൊന്നും ആരും വായിപ്പിക്കത്തൊന്നുമില്ല. നിത്യതയിൽ എവിടെ പോകണമെന്നുണ്ട്. അതിന്റെ 25-ാം അധ്യായത്തിന് 34ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 34ാമത്തെ വാക്യം പെട്ടെന്ന് വായിര്. 25-34 10. തന്റെ വലത്തുള്ളവരോ 34 24 34 പെട്ടെന്ന് വായിര്. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളു. ഹലോ, രാജ്യം അവകാശമാക്കണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ പ്രിൻസ് പറഞ്ഞത്, which kingdom I have to obtain? Kingdom of Saudi Arabia or a kingdom of heaven? I obtain kingdom of heaven. എനിക്ക് കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്റെ കയ്യിലുള്ളതായിരുന്നു. അതിനെ ഞാൻ കളഞ്ഞത്, ഞാൻ ഇല്ലായ്മ ചെയ്തത്. എനിക്ക് ഐ വാണ്ട് കിങ്ഡം ഓഫ് ഹെവൻ. നിസാരക്കാരനല്ലെന്നേ, അവന്റെ രാജ്യം കളഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. നമ്മൾ എന്ത് കളഞ്ഞെന്നാ? നമ്മൾ എന്ത് കുന്ത കളഞ്ഞു?
ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ദൈവം മാനിക്കുമോ മനുഷ്യനെ? മാനിക്കുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. മാനിക്കും. ഓ, ഹല്ലേലൂയ. നമ്മ ഇവിടെ കരച്ചിലും പോലും വിളിയുമാണ്. എത്ര പേരാണെന്നറിയാമോ ഇറങ്ങി വന്നേക്കുന്നത്? ബില്യനേഴ്സ് ഇറങ്ങി വന്നേക്കുന്നത്. ഒന്നുമില്ലാതെ നഗ്നരായിട്ട് ഇറങ്ങി വന്നേക്കുന്നത്. അതൊക്കെ നിസാര കാര്യത്തിനും കരച്ചിലും പോലും കംപ്ലൈന്റും പരാതിയുമാണ്. ഇവിടെ വരെ കൊണ്ടുവന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സമയം പോയി. ദൈവം നിങ്ങളെ എല്ലാവരെയും